യശയ്യാപ്രവചനം 45-ാം അധ്യായം 18-ാം വാക്യം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചത്. ഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പ്രധാനമായിട്ടും മനുഷ്യന്റെ പാർപ്പിടമായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്യം, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഭൂമിയോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് ദൈവം അരുളിച്ചെയ്യുന്നത് മനുഷ്യനെ സംബന്ധിച്ചാണ്. ഭൂമിയിൽ ആയിരക്കണക്കിന് ജീവികൾ വേറെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല, മനുഷ്യനെ കുറിച്ച് മാത്രം. ഇപ്പോൾ ഭൂമിയിലുള്ള മറ്റ് ജീവികൾ, ജന്തുക്കൾ, വൃക്ഷലതാദി സസ്യങ്ങൾ, ഇതെല്ലാം മനുഷ്യന് ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഭൂമി മുഴുവൻ മനുഷ്യന്റെ വസതിയായിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആദിമാതാപിതാക്കൾ അവരുടെ സന്തതി പരമ്പരകൾ പെരുകുന്നതിനനുസരിച്ച് ഭൂമിയിൽ പാർപ്പിടങ്ങൾ ഉണ്ടാക്കി താമസിക്കാം. അതാണ് വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭൂമി മുഴുവൻ ഭാഗവും മനുഷ്യ അധിവാസത്തിന് യോഗ്യമല്ല എന്നുള്ളത്. ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ, കൊടുങ്കാറ്റ്, ഭൂകമ്പം, അഗ്നിപർവ്വതങ്ങൾ, പിന്നെ സമുദ്രങ്ങൾ കയറി വരുന്നു. ഇതെല്ലാം മാനവരാശിക്ക് വളരെ തിന്മയുടെ ഫലങ്ങൾ ഉളവാക്കുന്ന അനുഭവമാണ്. ഈ പല അനുഭവങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നിലവിലുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞ ജീവിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഉള്ള ഒരു വർഗമാണ് മനുഷ്യൻ. മനുഷ്യനതിലെല്ലാം രക്ഷ നേടുന്നത് അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടുമാണ്. ഭൂപ്രകൃതി അനുസരിച്ച് മനുഷ്യന് വീട് വെച്ച് താമസിക്കുവാൻ പറ്റിയ സുരക്ഷിതമായ സ്ഥാനങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യന്റെ ജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ്. കാട്ടുമൃഗങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്ഥലം, വനവും പർവ്വതങ്ങൾ, അതിനോട് ചേർന്ന പ്രദേശങ്ങളെല്ലാം വന്യമൃഗങ്ങൾക്കായി ദൈവം കരുതിയിരിക്കുന്നതാണ്. മനുഷ്യന്റെ അത്യാഗ്രഹവും മൂത്ത് അതെല്ലാം വെട്ടിത്തെളിക്കുകയും കയ്യേറുകയും ചെയ്ത് അവിടെ താമസമുറപ്പിക്കും. അങ്ങനെ താമസമുറപ്പിച്ച് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടും. അങ്ങനെ ഒരു വഴിയെ ഉള്ള സംഭവം. അവൻ സമുദ്രത്തിന് മണൽ കൊണ്ട് അതിരിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തിൻ്റെ അതിർത്തികൾ കാക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന
കണ്ടൽ കാടുകൾ, മണലാരണ്യങ്ങൾ, ഇങ്ങനെ ഇതും ഒരു പരിധിവരെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൂടാതെ ആ തീരപ്രദേശങ്ങളിൽ പോയി വീടുകൾ ഉണ്ടാക്കി താമസിക്കും. വേലിയേറ്റം, വേലിയിറക്കം, കടൽക്ഷോഭം തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പല നാശനഷ്ടങ്ങൾക്കും മനുഷ്യന് ഇരയാകുന്നത്. ഇപ്പോൾ വനത്തോട് ചേർന്ന പ്രദേശത്തായാലും സമുദ്രത്തോട് ചേർന്ന പ്രദേശങ്ങളിലായാലും അവിടെ താമസിക്കുവാൻ പറ്റിയ സ്ഥലമല്ല എന്നുള്ള അറിവ് പ്രയോഗിക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതിൻ്റെ കാരണത്താൽ വരുന്ന ദുരിതങ്ങൾക്കും മനുഷ്യൻ ദൈവത്തെ വഴി പറഞ്ഞുകൊണ്ട് ദുഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് ഇന്നും കാണുന്നത്. ലോകത്തിൽ ആകെ ഉള്ള മനുഷ്യരുടെ സ്ഥിതി മൊത്തത്തിൽ മാറിയിരിക്കുക. പണ്ട് നോഹയുടെ കാലത്ത് ജനം വളരെ ദുഷ്ടന്മാരും നീചന്മാരും ദുഷ്കർമ്മികളുമായിരുന്നു. അതുപോലെ സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം നിശേഷം നശിപ്പിക്കുക. അപ്പം ഇതെല്ലാം മുഴുവൻ മാനവരാശിക്ക് ഒരു പാഠമായി സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. പത്രോപുസ്തകന്റെ ഒരു വാക്കാണ് ഞാൻ പോകുന്നത്. അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ഇന്നുള്ള ലോകം അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സോദോം ഗൊമോറയുടെ അതേ അനുകരണമുള്ള ഒരു തലമുറയാണെന്നാണ് ഇന്നുള്ള ലോകമെന്ന് അപ്പോസ്തലൻ പറയുന്നത്. ദൈവമുമ്പാകെ വഷളന്മാരായി ജീവിക്കുന്ന തലമുറ, ദൈവഭക്തിയില്ലാതെ ഭോഗപ്രിയരായി ഉള്ളവർ, ലഹരിക്ക് അടിമപ്പെട്ട് ഏത് അനീതിയും അക്രമത്തിലും മുതിർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനസമുദായം. ഇതെല്ലാം കുറിച്ച് നമ്മൾ പറയാനുള്ള കാരണം, ഏതൊരു കാലത്തും മനുഷ്യന്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ദൈവം പ്രകൃതിയിലെ ശക്തികളെ നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടത്തേതിലും ഉപരിയായി ഈ പ്രകൃതി ശക്തികൾ മനുഷ്യന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയം, ഇപ്പോൾ പ്രളയത്തിൻ്റെ ഒരു കെടുതിയുടെ കാലമാണ് ഇപ്പോൾ. ഇതിൻ്റെ എല്ലാം കാരണം ശാസ്ത്രത്തിനൊന്നും തന്നെ പറയാനില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾക്കുള്ള അനുമതി അത് ദൈവം നൽകിയിരിക്കുന്നു മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവ് 45:7 ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു, യഹോവയായ ദൈവം ഇതൊക്കെയും ചെയ്യുന്നു. അപ്പം നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും ദൈവം പ്രകൃതി ശക്തികളെ, പ്രകൃതി സംഭവ വികാസങ്ങളെ ഉപകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? പണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു തലമുറയാണ്. ഈ തലമുറ
ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നവർ. മനുഷ്യൻ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഈ ദുരന്തങ്ങളുടെ എല്ലാം പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പൊ ഇതിൽ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരേ അനുഭവം തന്നെയാണ് എന്നുള്ളതാണ് വലിയൊരു വസ്തുത. ഈ പ്രതിബന്ധങ്ങളിൽ നീതിമാന്മാരെ സംബന്ധിച്ചുള്ള ഒരു സംരക്ഷണം ദൈവം നൽകുമെന്ന് വേദപുസ്തകം പറയുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ നോഹയെയും കുടുംബത്തെയും ആ തലമുറയിൽ ദൈവം രക്ഷിച്ചു എന്നുള്ള ഒരു വലിയ പാഠം നമ്മൾ കാണാൻ കഴിയും. ഇപ്പോൾ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുകയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക് മനം തിരിയാതെ ഈ ലൗകികമായ താല്പര്യങ്ങളും സുഖങ്ങളും മുൻനിർത്തി ജീവിത വിജയം കണ്ടെത്താൻ ആകും എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ തലമുറയുടെ നാശം ഒരു വലിയ സംഭവമായിരിക്കുമെന്ന് വേദപുസ്തകം ഓർപ്പിക്കുക. അതാ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും എന്നാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനോട് വളരെ അടുത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. കർത്താവിൻ്റെ ഒന്നാം വരവിൽ ഒരു കാര്യം കർത്താവ് സൂചിപ്പിച്ചു. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് ഭൂമിയിൽ അനേകം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ യഥാർത്ഥ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് വികലങ്ങളായ വിശ്വാസങ്ങൾ, തെളിവില്ലാത്ത വിശ്വാസങ്ങൾ, പ്രയോജനമില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ, ഇവയാൽ ഇന്ന് മാനവ സമുദായം നിറഞ്ഞിരിക്കുക. ഇവിടെയൊന്നും യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരിക്കില്ല എന്ന കർത്താവ് പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ കെട്ടുകഥകൾക്ക് ചെവി കൊടുക്കാതെ സത്യത്തിലേക്ക് തിരിയേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കും. അപ്പൊ ഈ ഭൂമിയെ നിർമ്മിച്ചത് വ്യർത്ഥമായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ചും ഭൂമിയിലുള്ള മനുഷ്യരാശിയെ സംബന്ധിച്ചും ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട് എന്നാണ്. ജീവജാലങ്ങളിൽ മനുഷ്യനുള്ള വിശേഷത എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമേ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനം വേദപുസ്തകം നൽകുന്നു. മറ്റൊരു ജീവിക്കും ഈ വാഗ്ദാനം ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മറ്റെല്ലാ ജീവജാലങ്ങളിലും വ്യത്യസ്തനായിരിക്കുന്നു. വിശേഷ ബുദ്ധിയും മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായ ശരീരവും ഭാവിയെ സംബന്ധിച്ചുള്ള പ്രത്യാശയും മനുഷ്യന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നതാണ് ഈ പ്രത്യേകമായ സവിശേഷത. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യനെ കൈവിട്ട് കളയുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ആദിമ ഉദ്ദേശം ദൈവം നടപ്പാക്കുക എന്നുള്ളതാണ്. അന്തിമമായി ദൈവം
മനുഷ്യന് നൽകുന്ന വിജയം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.